കൗൺസിലിംഗ് സൈക്കോളജി എന്ന പേപ്പറിൽ യൂണിറ്റ് 9 കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് ടു മ്യൂസിക് തെറാപ്പി, ആർട്ട് തെറാപ്പി, പ്ലേ തെറാപ്പി പോലെയുള്ള ക്രിയേറ്റീവ് ആൻഡ് എക്സ്പ്രസീവ് തെറാപ്പികളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്: അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മ്യൂസിക് തെറാപ്പി, ആർട്ട് തെറാപ്പി ആൻഡ് പ്ലേ തെറാപ്പി. ഈ 3 തെറാപ്പികളുടെയും കോൺസെപ്റ്റും പ്രിൻസിപ്പിളും മനസ്സിലാക്കുക. ഐഡൻറ്റിഫൈ ദ ടെക്നിക്സ് ആൻഡ് പ്രോസസ്സസ് ഇൻവോൾവ്ഡ് ഇൻ ഈച്ച് തെറാപ്പി. ഓരോ തെറാപ്പിയിലുമുള്ള ടെക്നിക്കുകൾ എന്താണ്, പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. റെക്കഗ്നൈസ് ദ ആപ്ലിക്കേഷൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ദീസ് തെറാപ്പീസ് ഇൻ വേരിയസ് സെറ്റിങ്സ്. ഡിഫറെൻറ്റ് സെറ്റിങ്സിൽ ഈ തെറാപ്പിയുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. അനലൈസ് കേസ് എക്സാമ്പിൾസ് ടു കോംപ്രഹെൻഡ് പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻസ്. ഈ തെറാപ്പിയൊക്കെ എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു കേസ് എക്സാമ്പിൾസ് ഒക്കെ അനലൈസ് ചെയ്യാം. As an introduction to expressive therapies, expressive therapies utilize creative arts to facilitate emotional expression and healing. നമ്മൾ ഇമോഷണൽ എക്സ്പ്രഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഹീൽ ചെയ്യാൻ വേണ്ടി, നമുക്ക് ഒരു ട്രോമയുണ്ട്, മെൻ്റൽ പെയിനൊക്കെ ഉണ്ടാക്കും, അപ്പോൾ അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിൻലി ക്രിയേറ്റീവ് ആർട്സ് അഥവാ എക്സ്പ്രസീവ് തെറാപ്പികൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. They are especially effective when verbal communication is challenging. നമുക്കറിയാം, കുട്ടികൾക്കൊന്നും നമ്മൾ ഈ ടോക്ക് തെറാപ്പിയിൽ നമ്മൾ നടത്തുന്നത് പോലെ സംസാരിച്ച് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അവരുടെ മൈൻഡിൽ എന്താണുള്ളത് എന്ന് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഉള്ള ആളുകളുണ്ടാവാം. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒരു ചാലഞ്ചിങ് ഫേസ് ആക്കുന്ന സമയത്ത് വളരെ എഫക്റ്റീവാണ് ഇങ്ങനെയുള്ള എക്സ്പ്രസീവ് തെറാപ്പികൾ. So this unit explores 3 primary expressive therapies: music therapy, art therapy and play therapy. ഈ 3 തെറാപ്പിയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. മ്യൂസിക് തെറാപ്പി ഓവർവ്യൂ. ഈ ഒരു മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലിനിക്കൽ ആൻഡ് എവിഡൻസ് ബേസ്ഡ് യൂസ് ഓഫ് മ്യൂസിക് ടു അച്ചീവ് ഇൻഡിവിജ്വലൈസ്ഡ് ഗോൾസ്. ഇതൊരു ക്ലിനിക്കലി ആൻഡ് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ് ഈ മ്യൂസിക് തെറാപ്പി എന്നുള്ളത്. അത് ഇൻഡിവിജ്വലൈസ്ഡ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓരോ ക്ലയൻറ്റിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കും ഉണ്ടാവുക. ചില ആളുകൾക്ക് ട്രോമ ഹീൽ ചെയ്യാനായിരിക്കും, ചില ആളുകൾക്ക് ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ നല്ല സൈഡ് എഫക്ട്സ് ഒക്കെ ഉള്ള സമയത്ത്, അതിൻ്റെ നല്ല പെയിനൊക്കെ ഉള്ള സമയത്ത് അത് റെഡ്യൂസ് ചെയ്യാൻ, അങ്ങനെ ഓരോ ആളുകളിലും ഇതിൻ്റെ ഗോൾ ഡിഫറെൻ്റ് ആണ്. ഇറ്റ് അഡ്രസ്സസ് ഫിസിക്കൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ നീഡ്സ്. ചില സമയങ്ങളിൽ ഫിസിക്കൽ നീഡ്സ്, ഇമോഷണൽ ആയിട്ടുള്ള നീഡ്സ്, കോഗ്നിറ്റീവ് നീഡ്സ്, സോഷ്യൽ നീഡ്സ്, ഇതിനെ എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഏതിനെയും അഡ്രസ്സ് ചെയ്യാവുന്നതാണ്. ഡെലിവേർഡ് ബൈ എ ട്രെയിൻഡ് മ്യൂസിക് തെറാപ്പിസ്റ്റ്. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ളൊരു മ്യൂസിക് തെറാപ്പിസ്റ്റ് മാത്രമേ ഇത് ഡെലിവർ ചെയ്യാൻ പാടുള്ളൂ. വെറുതെ മ്യൂസിക് അറിയുന്ന എല്ലാവർക്കും എന്നല്ല, മ്യൂസിക് തെറാപ്പി കൃത്യമായിട്ട് പഠിച്ച് അതിൽ എക്സ്പേർട്ടായ ആളുകളൊക്കെ മ്യൂസിക് തെറാപ്പി ചെയ്യാൻ പറ്റുള്ളൂ. മ്യൂസിക് തെറാപ്പിയുടെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ, ആൻഷ്യൻ ഹീലിംഗ് ട്രഡീഷൻസ് യൂസ് മ്യൂസിക്. ഗ്രീസ്, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു ഹീലിംഗിന് വേണ്ടിയിട്ട് മ്യൂസിക്കിനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഡ്യൂറിങ് വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫോർ ട്രോമ റിക്കവറി. ഈ ഒരു മ്യൂസിക്കിന് ഇത്രമാത്രം റിസൾട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് അതിനൊരു കുറച്ചുകൂടി ഒരു സയൻറ്റിഫിക് ബേസിസിൽ അല്ലെങ്കിൽ ഒരു റിസർച്ച് ബേസിസിലൊക്കെ ഈ ഒരു മ്യൂസിക് തെറാപ്പി അപ്ലൈ ചെയ്യുന്നത് ശരിക്കും വേൾഡ് വാറിൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടൈമിലൊക്കെയാണ്. നമുക്കൊക്കെ അങ്ങനെയാണ്. ചില ടെൻഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല സന്തോഷം ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ പാട്ടുകൾ കേൾക്കാറുണ്ട്. നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ, നമ്മൾ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ പലപ്പോഴും നമ്മൾ അപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണോ, ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഫീലിങ്സ് എന്താണ്, അതിനോട് ആപ്റ്റ് ആയതായിരിക്കും. നമ്മൾ നല്ല സന്തോഷമുള്ള സമയത്ത് നമ്മൾ ഒരിക്കലും പോയിട്ട് നല്ല സാഡ് സോങ്സ് കേൾക്കാറില്ല. നല്ല സാഡായി നിൽക്കുന്ന സമയത്ത് പല ആളുകളും നല്ല DJ സോങ്സ് കേൾക്കാൻ പ്രിഫർ ചെയ്യാറില്ല. ചിലപ്പോൾ അതിൽ നിന്നൊരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തേക്കാം, അതല്ലാതെ നോർമലി നമ്മൾ അങ്ങനെ ചെയ്യണം എന്നില്ല. സോ നമ്മൾ സെലക്ട് ചെയ്യുന്ന പാട്ട്, കേൾക്കുന്ന സോങ്സ്, മ്യൂസിക്സ് ഒക്കെ നമ്മുടെ കറണ്ട് മെൻ്റൽ സ്റ്റാറ്റസുമായിട്ട് റിലേറ്റഡ് ആണ്. അത് വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടൈമിലാണത് കുറച്ചും കൂടി ഒരു മനസ്സിലായത്. കാരണം സോൾജിയേഴ്സൊക്കെ നല്ല വൂണ്ടഡ് ആയിട്ട് നല്ല പെയിനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ സോങ്സിലേക്ക് ലിസൺ ചെയ്തപ്പോൾ, മ്യൂസിക്സിലേക്ക് ലിസൺ ചെയ്തപ്പോൾ
അവർക്കൊരു ചെറിയൊരു റിലീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ റെക്കഗ്നൈസ്ഡ് ആസ് എ ഫോർമൽ പ്രൊഫഷൻ ഇൻ മിഡ് 20th സെഞ്ച്വറി. പക്ഷെ ഒരു 20th സെഞ്ച്വറിയുടെ ഒരു പകുതിയിലൊക്കെയാണ് ഇതിനൊരു ഫോർമൽ പ്രൊഫഷനായിട്ട് റെക്കഗ്നൈസ് ആകുന്നത്. ഗ്രോത്ത് ഓഫ് റിസർച്ച് ആൻഡ് സർട്ടിഫിക്കേഷൻ ഇൻ റീസെൻറ്റ് ഡിക്കേഡ്സ്, വളരെ നിയറസ്റ്റ് ആയിട്ടാണ് ഇതിൽ റിസർച്ചുകളൊക്കെ വരികയും ഇതൊരു ഐ തിങ്ക് ഓൺലി 1 or 2 സ്കൂൾസ് ഓഫറിങ് ദിസ് മ്യൂസിക് തെറാപ്പി. അപ്പോൾ അങ്ങനെ റീസെൻ്റ്ലി ആണ് ഇതൊരു സയൻറ്റിഫിക് ബേസിസിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു തെറാപ്പിയായിട്ട് ഫോം ചെയ്യുന്നത്. ഈ മ്യൂസിക് തെറാപ്പിയുടെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ ആൻഡ് ന്യൂറോളജിക്കൽ എഫക്ട്സ് ആണ്. നമുക്കറിയാം ഈ മ്യൂസിക് നമ്മൾ കേൾക്കുന്ന സമയത്ത് അതിന് ഫിസിയോളജിക്കൽ ന്യൂറോളജിക്കൽ എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് ആക്ടിവേറ്റ്സ് മൾട്ടിപ്പിൾ ബ്രെയിൻ ഏരിയാസ്. ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളെയും നമ്മൾ മ്യൂസിക്കിലേക്ക് ലിസൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോങ്സിലേക്ക് ലിസൺ ചെയ്യുമ്പം ആക്ടിവേറ്റഡ് ആകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഏരിയ. നമ്മുടെ മെമ്മറിയുമായി റിലേറ്റഡ് ആയിരിക്കുന്ന ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന റീജിയൻ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു മെമ്മറി ബൂസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് ഈ മ്യൂസിക് തെറാപ്പി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സെറിബെല്ലം ആക്ടിവേറ്റ് ആകുന്നുണ്ട്. സെറിബെല്ലം എന്ന് പറയുമ്പോൾ മോട്ടോർ കൺട്രോള് ചെയ്യുന്ന ഏരിയയാണ് സെറിബെല്ലം. അതിനെയും ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വിഷ്വൽ കോർട്ടക്സിനെ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വിഷ്വൽ കോർട്ടക്സ് ആണ് നമ്മളെ മ്യൂസിക് കോംപ്രഹെൻഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളൊരു മ്യൂസിക് കേട്ടതിന് കോംപ്രഹെൻഡ് ചെയ്യുന്നത് വിഷ്വൽ കോർട്ടക്സിൽ വെച്ചിട്ടാണ്. ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആൻഡ് ബ്രെയിൻ റീകവറിക്കൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ മ്യൂസിക് തെറാപ്പി. ഇതിൻ്റെ ഫിസിക്കൽ ഹെൽത്ത് ബെനിഫിറ്റ്സ്, ഇതിന് ഫിസിയോളജിക്കൽ ആൻഡ് ന്യൂറോളജിക്കൽ എഫക്ട്സ് ഉണ്ട്, അതുപോലെ ഫിസിക്കൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ലൈക്ക് ലോവേഴ്സ് ബ്ലഡ് പ്രഷർ ആൻഡ് ഹാർട്ട് റേറ്റ്. നമ്മളെ BP കുറക്കാൻ, ഹാർട്ട് റേറ്റ് കുറക്കാൻ ഇത് സഹായിക്കുന്നു. റിലീസ് മസിൽ ടെൻഷൻസ് ഉണ്ടാകുമ്പോൾ അത് റിലീവ് ചെയ്യാൻ. റിലീസസ് പ്ലഷർ ഹോർമോൺസ് ഡോപ്പമൈൻ, എൻഡോഫിൻ, കോർട്ടിസോൾ. നമ്മളെ പ്ലഷർ ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പമൈൻ, എൻഡോഫിൻസ്, കോർട്ടിസോൾസ് ഒക്കെ ഇത് റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മ്യൂസിക് കേൾക്കുമ്പോൾ അത് എൻജോയ് ചെയ്യുമ്പോൾ, സോങ്സൊക്കെ കേട്ടത് എൻജോയ് ചെയ്യുന്ന സമയത്ത് ഡോപ്പമൈൻ, എൻഡോഫിൻ, കോർട്ടിസോൾ പോലെയുള്ള പ്ലഷർ ഹോർമോൺസ് റിലീസ് ആവുന്നുണ്ട്. സോ ഇറ്റ് റെഡ്യൂസസ് പെയിൻ സെൻസേഷൻ. നമുക്ക് പെയിനിനെ റെഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫിസിക്കൽ ഹെൽത്ത് ബെനിഫിറ്റ്സും മ്യൂസിക് തെറാപ്പിക്കുണ്ട്. മെൻ്റൽ ആൻഡ് ഇമോഷണൽ ബെനിഫിറ്റ്സ്, ഇറ്റ് റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് ഇമോഷണൽ ഫെറ്റീഗ്. നമുക്കറിയാം പെയിന് കുറക്കുന്നു അല്ലെങ്കിൽ പ്ലഷർ ഹോർമോൺ കൂട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്ട്രെസ് ആൻഡ് ഇമോഷണൽ ഫെറ്റീഗിനെ ഇത് റെഡ്യൂസ് ചെയ്യും. ഇംപ്രൂവ്സ് മൂഡ് ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ വളരെ സാഡായി നിൽക്കുന്ന ഒരു മൂഡിലാണെങ്കിൽ നമ്മുടെ മൂഡിനെ ഒന്നുകൂടി എലിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എയ്ഡ്സ് ഇൻ പെയിൻ മാനേജ്മെൻറ്റ് ആൻഡ് ട്രോമ ഹീലിംഗ്. പെയിൻ മാനേജ് ചെയ്യാനും ട്രോമ ഹീൽ ചെയ്യാനൊക്കെ ഇത് സഹായിക്കും. യൂസ്ഫുൾ ഇൻ ഡിപ്രഷൻ ആൻഡ് സ്ട്രെസ് ഡിസോർഡേഴ്സ്. ഡിപ്രഷൻ, സ്ട്രെസ് ഡിസോർഡർ, ട്രോമ ഇതുപോലെയുള്ള മെൻ്റൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മെൻ്റൽ കണ്ടീഷൻസിനൊക്കെ ഇത് യൂസ്ഫുൾ ആകുന്നു. ഇതിന് കോഗ്നിറ്റീവ് ബെനിഫിറ്റ്സ് ആണ്. ഇറ്റ് എൻഹാൻസസ് അറ്റൻഷൻ, മെമ്മറി, ലേണിംഗ്. നമ്മൾ പറഞ്ഞു മെമ്മറിയുടെ ഏരിയ ഹിപ്പോ ക്യാമ്പസിനൊക്കെ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അറ്റൻഷൻ, മെമ്മറി, ലേണിംഗ് പോലെയുള്ള കൊഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സും മ്യൂസിക് തെറാപ്പിയിലുണ്ട്. ആൻഡ് പോസിറ്റീവ് റിസൾട്ട്സ് ഇൻ ഓട്ടിസം, നിയോനാറ്റൽ കെയർ, പോസ്റ്റ് സർജിക്കൽ റിക്കവറി, ഏജസ് ബിറ്റ്വീൻ 9 to 14 ഇയേഴ്സ് ഓൾഡിൽ കുട്ടികളിൽ സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള റിക്കവറിക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓട്ടിസം ഉള്ള കുട്ടികളിൽ, നിയോനാറ്റൽ കെയറിലൊക്കെ ഇത് വളരെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ച കാര്യങ്ങളാണ്. ആൻഡ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ബെനിഫിറ്റ്സ് ഓൾസോ ഇറ്റ് ബിൽഡ്സ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവുന്നതിൽ നമ്മളെ ഹെൽപ്ഫുൾ ആക്കുന്നുണ്ട്. ഫെസിലിറ്റേറ്റ്സ് സെൽഫ് എക്സ്പ്രഷൻ ഫോർ നോൺ വെർബൽ ഇൻഡിവിജ്വൽസ്. സാധാരണ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാലഞ്ചസ് ഉള്ള ആളുകൾക്ക് സെൽഫ് എക്സ്പ്രഷനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് സംസാരിക്കാൻ അവർക്ക് നന്നായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ വേർബലി അവർക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല, പക്ഷെ നല്ല മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നന്നായിട്ട് റീഡ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ഇറ്റ് എൻകറേജസ് ഇൻട്രാക്ഷൻ, എമ്പതി ആൻഡ് ട്രസ്റ്റ്. ഇത് ഇൻട്രാക്ഷൻ, എമ്പതി ആൻഡ് ട്രസ്റ്റിനെയൊക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു മ്യൂസിക് തെറാപ്പിയെ യൂസ് ചെയ്യാവുന്നതാണ്. മ്യൂസിക് തെറാപ്പിയിൽ ഡിഫറെൻ്റ് അപ്രോച്ചുകളുണ്ട്.
ബിഹേവിയറൽ അപ്രോച്ച്, ഡെവലപ്മെൻറ്റൽ അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, അങ്ങനെ ഡിഫറെൻറ്റ് അപ്രോച്ചുകളുണ്ട്. ബിഹേവിയറൽ മ്യൂസിക് തെറാപ്പി, അതായത് ബിഹേവിയറൽ അപ്രോച്ച്, മ്യൂസിക് തെറാപ്പിയിലുള്ള ബിഹേവിയറൽ അപ്രോച്ചാണ്. യൂസസ് മ്യൂസിക് ആസ് എ റിവാർഡ് ഓർ പണിഷ്മെൻറ്റ് ടു മോഡിഫൈ ബിഹേവിയർ. നമ്മൾ ബിഹേവിയറൽ തെറാപ്പി പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ബിഹേവിയർ മോഡിഫിക്കേഷൻ നമ്മൾ നടത്തുന്നത് റിവാർഡ് ഓർ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടൊക്കെയാണ് ചില ബിഹേവിയറിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ബിഹേവിയർ മോഡിഫിക്കേഷൻ നമുക്ക് ഈ റിവാർഡ് ഓർ പണിഷ്മെൻ്റ് ആയിട്ട് നമുക്ക് ഈ മ്യൂസിക്കിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഹെൽപ്സ് ഇൻ ബിഹേവിയർ മാനേജ്മെൻറ്റ്, അക്കാഡമിക് ആൻഡ് സോഷ്യൽ സ്കിൽസ്. ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മ്യൂസിക് തെറാപ്പിയെ യൂസ് ചെയ്യാൻ പറ്റും. മ്യൂസിക്കിന് ഒരു മീഡിയമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പി ഒരു മീഡിയമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റൽ മ്യൂസിക് തെറാപ്പിയാണ്. ഇറ്റ് സപ്പോർട്ട്സ് ഇമോഷണൽ, കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഫോക്കസസ് ഓൺ ദ ഹോൾ പേഴ്സൺ ത്രൂ മ്യൂസിക് ആസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇമോഷണൽ, കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ നീഡ്സിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് മ്യൂസിക് തെറാപ്പി യൂസ് ചെയ്യാം നമ്മൾ പറഞ്ഞിരുന്നു. സോ നമ്മളതിൻ്റെ ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ എഫക്ട്സൊക്കെ, ന്യൂറോളജിക്കൽ എഫക്ട്സിനെയൊക്കെ ഡിസ്കസ് ചെയ്തു. ആ ഒരു ഏരിയ ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെൻറ്റിൽ ഡിലേയ്സ് ഉള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഈ ഒരു തെറാപ്പി കൊടുക്കാൻ പറ്റും. സോ ഇമോഷണൽ, കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മെഡിക്കൽ മ്യൂസിക് തെറാപ്പിയാണ്. യൂസ്ഡ് ഇൻ മെഡിക്കൽ സെറ്റിങ്സ് ടു ഇംപ്രൂവ് ഇമോഷണൽ വെൽബീയിങ്. നല്ല പെയിനുള്ള ആളുകളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകളാണ്, ചില ട്രോമാസ് എന്തെങ്കിലുമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത്തരം മെഡിക്കൽ സെറ്റിങ്സിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻവോൾവ്സ് ക്വാളിഫൈഡ് തെറാപ്പീസ് അൺലൈക്ക് പാസീവ് മ്യൂസിക് മെഡിസിൻ. നമ്മൾ മ്യൂസിക് തെറാപ്പി ഇങ്ങനെ മ്യൂസിക് തെറാപ്പി ആയിട്ട് കൊടുക്കുമ്പം അത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റ് തന്നെ ചെയ്യണം. മ്യൂസിക് മെഡിസിൻ എന്ന് പറയുന്ന മറ്റൊരു ഏരിയ ഉണ്ട്. ശരിക്കും മ്യൂസിക് മെഡിസിനുണ്ട്, മ്യൂസിക് തെറാപ്പി ഉണ്ട്. അത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. മ്യൂസിക് തെറാപ്പി നമ്മൾ ഒരാളുടെ ഇന്നറായിട്ടുള്ള ഉള്ളിലുള്ള മെൻ്റൽ ഇഷ്യൂസിന്, അല്ലെങ്കിൽ അയാൾക്ക് സെൽഫ് എക്സ്പ്രഷൻ പോസിബിൾ അല്ലാത്തയിടത്ത് അയാളുടെ സെൽഫ് എക്സ്പ്രഷന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഒരു മ്യൂസിക് തെറാപ്പി നമ്മൾ കൊടുക്കുന്നത്. അത് മ്യൂസിക് തെറാപ്പിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റ് തന്നെ കൊടുക്കണം. പക്ഷേ മ്യൂസിക് മെഡിസിൻ ഒരു ഹെൽത്ത് പ്രൊഫഷണലിന് കൊടുക്കാൻ പറ്റും. സാധാരണ ഒരു നേഴ്സിന്, ഡോക്ടർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ? മെഡിക്കൽ സെറ്റിങ്സിലാണ് അത് അവർ കൊടുക്കുന്നത്. ഒരു പേഷ്യൻറ്റ്, അയാൾക്ക് ഒരു സർജറി കഴിഞ്ഞ് കിടക്കുകയാണെന്ന് വെച്ചിട്ട്, ഒരു മേജർ സർജറി കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നന്നായിട്ട് പെയിനുള്ള ഒരു ഡിസോർഡർ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ട് കേൾപ്പിച്ചു കൊടുക്കുന്നു. സോ അവിടെ നമ്മൾ പാട്ട് കേൾപ്പിക്കുന്നു, ആ പാട്ട് ഇങ്ങനെ അല്ലെങ്കിൽ മ്യൂസിക് കേൾപ്പിക്കുന്നു, അതിങ്ങനെ ജസ്റ്റ് ലിസൺ ചെയ്യുന്നു, അതിലൂടെ അയാൾക്കൊരു ഹീലിംഗ് കിട്ടുന്നു. അപ്പോൾ അവിടെ നമ്മളൊരു മെഡിസിൻ കൊടുക്കുന്നത് പോലെയാണ് മ്യൂസിക് നൽകുന്നത്. അതാണ് മ്യൂസിക് മെഡിസിൻ എന്നുള്ളത്. അത് ഏത് ഹെൽത്ത് പ്രൊഫഷണലിനും കൊടുക്കാവുന്നതാണ്. പക്ഷെ മ്യൂസിക് തെറാപ്പിയിലേക്ക് വരുമ്പോൾ അതൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്തത് ഹ്യൂമനിസ്റ്റിക് മ്യൂസിക് തെറാപ്പിയാണ്. ഇറ്റ് എൻകറേജസ് സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ബേസ്ഡ് ഓൺ എംപതി, ക്ലയൻറ്റ് ഓട്ടോണമി ആൻഡ് തെറാപ്പിസ്റ്റ് ക്ലയൻറ്റ് ബോണ്ട്. ഹ്യൂമനിസ്റ്റിക് മ്യൂസിക് തെറാപ്പിയിലേക്ക് വരുമ്പോൾ നമ്മൾ സെൽഫ് എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ അതിൽ തെറാപ്പിയുടെയൊക്കെ മേജർ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് സെൽഫ് ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുക, പേഴ്സണൽ ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുക, ഒരാൾ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ സെൽഫ് എക്സ്പ്രഷൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ, ഹ്യൂമനിസ്റ്റിക് മ്യൂസിക് തെറാപ്പിയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ മ്യൂസിക് തെറാപ്പിയുടെ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ വളരെ ആൻഷ്യൻ്റ് ടൈംസ് മുതൽ തന്നെ പാട്ടിനും മ്യൂസിക്കിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. രാജാക്കന്മാരുടെയൊക്കെ കൊട്ടാരങ്ങളിലൊക്കെ കൊട്ടാര കവികളുണ്ടാവുക, അവർ കൊട്ടാരത്തിൽ രാജാവിന് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടാവുമല്ലോ, പല ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ അവർക്കൊരു ഹീലിങ്ങിന് വേണ്ടിയിട്ട് അവർ കൊട്ടാര കവികൾ കേൾക്കാറുണ്ടായിരുന്നു. അന്ന് മുതലേ അത് പ്രാബല്യത്തിലുണ്ട്. സോ സ്റ്റിൽ ഇൻ ഇറ്റ്സ് നേസൻ സ്റ്റേജ് through music has ancient roots in Indian culture. അതുണ്ട്, though music has ancient roots in Indian culture, not yet widely accepted as a formal profession needing structured education. പക്ഷേ വളരെ
മുമ്പ് തന്നെ ഇത് ഈ ഒരു പാട്ട് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മ്യൂസിക്കിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ഫോർമൽ പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡായ ഒരു തെറാപ്പി മോഡിലേക്കൊക്കെ വല്ലാതെ അതിന് ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല. So, Indian Association of Professional Music Therapists began in 2011 with 10 members. See, 2011, very near. 2011 വെറും 10 ആളുകൾ മാത്രം അടങ്ങിയ ഒരു അസോസിയേഷനാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ഇന്ത്യൻ മ്യൂസിക് തെറാപ്പി അസോസിയേഷൻ സ്റ്റാർട്ടഡ് ഇൻ 2018 അങ്ങനെ ഒരു അസോസിയേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ടു പ്രൊമോട്ട് അവയർനെസ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് നെറ്റ്വർക്കിംഗ്. അപ്പോൾ 2018 മാത്രമാണ് ഇതിനെക്കുറിച്ചൊരു മ്യൂസിക് തെറാപ്പിയെക്കുറിച്ച് അവയർനെസ് ഉണ്ടാക്കാനും അത് ആളുകളിലേക്ക് അതിൽ കൂടുതൽ റിസർച്ചുകൾ നടത്തി അതിനെ സയൻറ്റിഫിക് ബേസിസിലേക്ക് കൊണ്ടുവരാനൊക്കെ നമ്മൾ 2018 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ ഓൺലി 2 schools ഇൻ ഇന്ത്യ ഓഫർ ഫോർമൽ മ്യൂസിക് തെറാപ്പി എഡ്യൂക്കേഷൻ. ഫോർമലായിട്ട് മ്യൂസിക് തെറാപ്പി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന 2 സ്കൂളുകൾ മാത്രമേ ഇന്ത്യയിൽ നിലവിലുള്ളൂ. അത്രയും കാര്യങ്ങളാണ് നമുക്ക് മ്യൂസിക് തെറാപ്പിയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് അടുത്ത ക്രിയേറ്റീവ് അല്ലെങ്കിൽ എക്സ്പ്രസീവ് തെറാപ്പിയാണ് ആർട്ട് തെറാപ്പി. സോ ആർട്ട് തെറാപ്പിയുടെ സ്റ്റെപ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. സ്റ്റെപ്സ് ഇൻ ആർട്ട് തെറാപ്പി. ഫസ്റ്റ് അപ്പോൾ ഇതിന് 4 സ്റ്റെപ്സ് ആണുള്ളത്. അസസ്മെൻറ്റ്, നെക്സ്റ്റ് റാപ്പോ ആൻഡ് എക്സ്പ്ലനേഷൻ, തേർഡ് ആർട്ട് എക്സ്പ്രഷൻ, 4 ടെർമിനേഷൻ. അസസ്മെൻറ്റിൽ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഐഡൻറ്റിഫൈ ക്ലയൻസ് പ്രോബ്ലം. എല്ലാത്തിലുള്ളതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ പ്രോബ്ലം എന്താണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നെക്സ്റ്റ് ഗേദർ ഇൻഫർമേഷൻ. പിന്നെ നമ്മൾ അതിന് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യണം. ഒരു ഇഷ്യൂ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ ചില ഹിസ്റ്ററികൾ എടുക്കേണ്ടതുണ്ടാകും, ക്ലാരിഫിക്കേഷൻ നമ്മൾ വരുത്തേണ്ടതുണ്ടാകും, ചിലപ്പം ബൈസ്റ്റാൻഡറിനോട് നമ്മൾ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ടാകും. അങ്ങനെ ക്ലയൻറ്റിൻ്റെ പ്രോബ്ലം മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഗ്യാദർ ചെയ്ത് ഡിസൈഡ് ഇഫ് ആർട്ട് തെറാപ്പി ഫിറ്റ്സ്. എന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യണം ഇവിടെ ആർട്ട് തെറാപ്പി ഫിറ്റ് ആവോ ഇല്ലയോ. ഓക്കെ, ആർട്ട് തെറാപ്പി ഇവിടെ പറ്റുമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ചൂസ് ടെക്നിക്സ്. നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്കുകൾ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ആ ടെക്നിക്കുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് നമ്മൾ ക്ലയൻറ്റിന് സബ്ജക്റ്റീവായിട്ട് നമ്മളൊന്ന് ചൂസ് ചെയ്യണം. നെക്സ്റ്റ് റാപ്പോ ആൻഡ് എക്സ്പ്ലനേഷൻ ആണ്. പിന്നെ നമ്മൾ റാപ്പോ ബിൽഡ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ കൗൺസിലിങ്ങിൻ്റെ മേജർ സ്റ്റെപ്പാണ് റാപ്പോ ബിൽഡിങ്. സോ ബിൽഡ് ട്രസ്റ്റ്. പിന്നെ എക്സ്പ്ലെയിൻ പ്രോസസ്സ്. നമ്മൾ റാപ്പോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ആർട്ട് തെറാപ്പി എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് എംഫസൈസ് നോ ആർട്ടിസ്റ്റിക് സ്കിൽ നീഡഡ്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഈ ആർട്ട് തെറാപ്പി ചെയ്യുമ്പോൾ നമ്മളൊരു ഡ്രോയിങ് ആണ് ചെയ്യിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. അതിന് അയാൾ ഡ്രോയിങ്ങിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാവണം എന്നില്ല. നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടാകും. നമ്മൾ ഈ ഒരു ആർട്ട് തെറാപ്പി നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം ആ യൂസ് ചെയ്യുന്ന ടെക്നിക്കിൽ അയാൾ എക്സ്പേർട്ട് ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെയില്ല. അയാൾ അതിൽ എക്സ്പേർട്ട് ആവണമെന്നോ അറിയണമെന്നൊന്നുമില്ല. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുക, അയാൾ ജസ്റ്റ് ചെയ്യാം. പെയിൻറ്റിങ്ങാണ് നമ്മൾ കൊടുക്കുന്നത്, അയാൾക്ക് പെയിൻറ്റിങ്ങിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാവണം എന്നില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. പക്ഷേ ചെയ്യുന്ന തെറാപ്പിസ്റ്റ് എക്സ്പേർട്ട് ആയിരിക്കണം. മീൻസ് അതായത് അയാൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്നതിനപ്പുറത്ത് ഇതെങ്ങനെ ചെയ്യിപ്പിക്കേണ്ടത് എന്നെല്ലാം അറിയുന്ന നല്ല എക്സ്പേർട്ട് ആയിരിക്കണം. ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാൾ ഇത് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. പക്ഷേ ചെയ്യപ്പെടുന്ന ക്ലയൻറ്റിന് ഇത് ആവശ്യമില്ല. നെക്സ്റ്റ് ആർട്ട് എക്സ്പ്രഷൻ ആണ്. അതായത് ക്ലയൻറ്റ് ക്രിയേറ്റ്സ് ആർട്ട് ഫ്രീലി. വളരെ ഫ്രീ ആൻഡ് സേഫായ അറ്റ്മോസ്ഫിയറിൽ ഒരു കൺസേൺ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കൃത്യമായ ഡയറക്ഷൻസ് കൊടുക്കണം. അതിനപ്പുറത്ത് അതിൽ ഇൻ്റർഫിയർ ചെയ്യാതെ ക്ലയൻറ്റ് ഫ്രീ ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് തെറാപ്പിസ്റ്റ് ആൻഡ് ക്ലയൻറ്റ് ഡിസ്കസ് മീനിങ്. പിന്നെ ക്ലയൻറ്റും ഈ തെറാപ്പിസ്റ്റും കൂടി ഇരുന്നിട്ട് ഇതിൻ്റെ മീനിങ്സ് ഡിസ്കസ് ചെയ്യുക. അയാൾ വരച്ച കാര്യങ്ങളിൽ അല്ലെങ്കിൽ അയാൾ പെയിൻറ്റ് ചെയ്ത കാര്യത്തിൽ നമ്മൾ സർട്ടൻ ഫോം ഓഫ് ആർട്ടാണല്ലോ കൊടുക്കുക. അതിലൂടെ അയാൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതിൽ അയാളുടെ ഉള്ളിൽ അയാൾ പോലും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ കിടന്നിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളതിൽ ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് വൺ ടെർമിനേഷനാണ് എൻഡ് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ്. നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം നമ്മൾ സാധാരണ കൗൺസിലിങ്ങിൽ നിന്നും തെറാപ്പിയിൽ നിന്നൊക്കെ ടെർമിനേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ടെർമിനേഷൻ സ്റ്റേജ്. ഈ ആർട്ട് തെറാപ്പിയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇംപ്രൂവ്സ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്.
മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തിനെയും ഇമ്പ്രൂവ് ചെയ്യാൻ ആർട്ട് തെറാപ്പിക്ക് കഴിയും. ലൈക്ക് ഇതൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിലൊക്കെ ഇത് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ആൻഡ് റെഡ്യൂസസ് വർക്ക് പ്ലേസ് സ്ട്രെസ്സ്, നമ്മൾ വർക്ക് പ്ലേസ് സ്ട്രെസ്സ് കുറക്കാൻ പറ്റും. ഡിക്രീസസ് ആങ്ഷൈറ്റി, ഡിപ്രഷൻ ആൻഡ് സ്ട്രെസ് ഇൻ ബ്രെയിൻ ഇഞ്ചുറി പേഷ്യൻസ്. ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായിരിക്കുന്ന പേഷ്യൻസിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ, സ്ട്രെസ്, ആങ്ഷൈറ്റി ഇതിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ, ഡിക്രീസ് ചെയ്യാൻ, കുറക്കാൻ സഹായിക്കുന്നുണ്ട്. എഫക്റ്റീവ് ഫോർ ട്രോമ ആൻഡ് ഡിപ്രഷൻ എഫക്റ്റീവ് ആക്കുന്നു. ഹെൽപ്സ് വിത്ത് മെഡിക്കൽ ആൻഡ് ഇമോഷണൽ ഡിഫിക്കൽട്ടീസ്. ഒരാൾക്ക് മെഡിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അത്തരം ആളുകളിലും ഇത് ഹെൽപ്ഫുള്ളാണ്. ഇനി നമ്മൾ ആർട്ട് തെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുള്ളത് പേപ്പർ, പെൻസിൽ, പെൻ, ക്രയോൺ, പെയിൻറ്റ്സ്, ബ്രഷസ്, ക്ലേ തുടങ്ങിയ മെറ്റീരിയൽസ് ഒക്കെയാണ്. അതിലെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഡൂഡ്ലിംഗ് ഉണ്ട്, കൊളാഷ് മേക്കിംഗ്, ഫ്രീ ഡ്രോയിങ് കൊടുക്കാം, കളറിങ്, ഫിംഗർ പെയിൻറ്റിങ്, സ്കൾപ്റ്റിങ്, എങ്ങനെയുള്ള പല ടെക്നിക്കുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ എക്സാമ്പിൾസ് ഓഫ് ടെക്നിക്സ് ആണ് ഹൗസ് ട്രീ പേഴ്സൺ, ഡ്രോ all three in one picture to show personal relationships. അല്ലേ, നമ്മൾ ഹൗസ് ട്രീ പേഴ്സണൊക്കെ നമ്മൾ സാധാരണ എന്നൊക്കെ പറഞ്ഞതുപോലെ ഹൗസ് ട്രീ പേഴ്സണെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് കൊടുക്കാവുന്നതാണ്. ഡ്രോ യുവർ സെൽഫ് ആസ് ആൻ അനിമൽ, നമ്മൾ തന്നെ ഒരു അനിമലായിട്ട് വരയ്ക്കാൻ പറയാം. ഏത് അനിമലായിട്ടാണ്, അപ്പോൾ നമുക്ക് നമ്മളെ പൂച്ചയായിട്ടോ ക്യാറ്റായിട്ട് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത് നോക്കാം. പിന്നെ അയാൾ ഏതാണോ വരക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇറ്റ് എക്സ്പ്രസസ് ഐഡൻറ്റിറ്റി ത്രൂ ആൻ അനിമൽ. സോ അയാൾ ആ ഒരു അനിമലിലൂടെ അയാളുടെ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യും. നമുക്ക് ചോദിക്കാം എന്തുകൊണ്ട് ഇത് പ്രിഫർ ചെയ്യാം, ഒന്ന് വരപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് നമ്മൾ വരച്ചത്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ നമ്മളത് മനസ്സിലാക്കുക ചെയ്യാം. നെക്സ്റ്റ് 3 വിഷസ്. ഡ്രോ 3 വിഷസ് റിഫ്ലക്റ്റിംഗ് മെച്യൂരിറ്റി ആൻഡ് ഡിസയേഴ്സ്. നമ്മൾ മെച്യൂരിറ്റിയെ ഡിസയേഴ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന 3 വിഷസിനെ വരക്കാൻ വേണ്ടിയിട്ട് പറയാം. ഡ്രോയിങ് കംപ്ലീഷൻ, ഫിനിഷ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഡ്രോയിങ് ടു എൻകറേജ് ക്രിയേറ്റിവിറ്റി. നമ്മൾ ചെറിയ ഡോട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തു, അതിന് ബാക്കിയായിട്ട് വരക്കാം. നമ്മളിങ്ങനെ ശരിക്കും കുറച്ച് അവിടെ ഇവിടെ 4 വരകളൊക്കെ ഇട്ടു, അതിനെ കൂട്ടി യോജിപ്പിച്ചിട്ട് അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ഡ്രോ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഒരു സംഭവം കൊടുത്തിട്ട് നമ്മൾ അതിന് ഡ്രോ ചെയ്യാൻ പറയാം. അതിലേക്കുള്ള മെറ്റീരിയൽസ് അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളതുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് അവരുടെ ഒരു സെൽഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ആർട്ട് തെറാപ്പിയുടെ ഗോൾ എന്ന് പറയുന്നത് ഇറ്റ് എക്സ്പ്ലോർ സെൽഫ് അവെയർനെസ്. ആൾക്കൊരു സെൽഫ് അവെയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ പോലും ചിലപ്പോൾ മനസ്സിലാക്കാത്ത പലതും അയാളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും. അപ്പോൾ അത് ഈ വരയിലൂടെ നമ്മൾ നമ്മളൊരു അതൊരു സിമ്പിളായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അയാളുടെ ആ ഒരു ആർട്ടിനെ ഒരു സിമ്പിളാണ് അയാളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളുടെ, അത് നമ്മൾ അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇറ്റ് എക്സ്പ്രസ് ഇന്നർ ഫീലിങ്സ് വെർബലൈസ് ചെയ്ത് പറയാൻ കഴിയാത്ത ഇന്നർ ഫീലിങ്സിനെ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ വേൾഡ്. അപ്പോൾ നമ്മൾ 3 ആളുടെയൊക്കെ വരക്കാൻ വേണ്ടിയിട്ട് പറയുമ്പം അതിലൂടെ നമുക്ക് ആളുകളുടെ ഒരു റിലേഷൻഷിപ്പ്, വേൾഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെയാണ്, പല ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും. സോ നെക്സ്റ്റ് നമുക്കുള്ളത് പ്ലേ തെറാപ്പിയാണ്. സോ പ്ലേ എന്ന് പറയുന്നത് നാച്ചുറൽ വേ ചിൽഡ്രൻ എക്സ്പ്രസ് ദംസെൽസ്. ഇത് കുട്ടികൾ അവരെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു നാച്ചുറൽ വേ ആണ്. എല്ലാ കുട്ടികളും ജന്മന ഇൻബോണായിട്ട് പലതരം കളികളിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. കൂട്ടമായിട്ടുള്ള കളികൾ, ഇൻഡിവിജ്വലായിട്ടുള്ള കളികൾ, ആദ്യം അവർ സ്വന്തമായിട്ട് കളിക്കും, പിന്നെ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ കളിക്കും. ഇങ്ങനെ ഇതൊരു നാച്ചുറൽ വേ ഓഫ് ചിൽഡ്രൻ എക്സ്പ്രസ് ദംസെൽഫ് ആകുന്നു. പ്ലേ മെറ്റീരിയൽസ് എന്നാണ് നമ്മൾ പ്ലേ തെറാപ്പിയിൽ നമ്മൾ പ്ലേ മെറ്റീരിയൽസ് ടൂൾസ് ഫെസിലിറ്റേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പലതരം ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പ്ലേ ഇവോൾവ്സ് ആദ്യം അൺസ്ട്രക്ചേർഡ് ആണ്. അതായത് ഫസ്റ്റത്തെ ചെറിയ കുട്ടികളിലൊക്കെ ആണെങ്കിൽ അൺസ്ട്രക്ചർ, ഒന്ന് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടൊന്ന് കൊടുക്കേണ്ടത്, കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കുക, അവരിഷ്ടമുള്ളതുപോലെ കളിക്കുക എന്നുള്ള രീതി. പിന്നെ സ്ട്രക്ചേർഡ് വിത്ത് റോൾസ് ആണ്. കുറച്ചുകൂടി ഒന്ന് മുതിർന്ന കുട്ടികളിലാകുമ്പോൾ നമ്മൾ സ്ട്രക്ചേർഡ് വിത്ത് റോൾസ്, ഇന്ന സാധനങ്ങൾ എടുക്കാം അല്ലെങ്കിൽ ഇന്ന വീടിന്, അങ്ങനെ സർട്ടൻ റൂൾസ് നമ്മൾ വെച്ചിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലേ ആക്കുന്നു. കുറച്ചുകൂടി ഓൾഡർ ചിൽഡ്രനിൽ അബ്സ്ട്രാക്റ്റ് തിങ്കിങ് ഉണ്ടാകുന്ന രീതിയിലുള്ള കളികളാണ് സെറ്റ് ചെയ്യുന്നത്. പ്ലേ തെറാപ്പി യൂസിങ് പ്ലേ ആസ് എ തെറാപ്യൂട്ടിക് ടൂൾ ടു ഹെൽപ്പ് ചിൽഡ്രൻ റിസോൾവ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്.
കുട്ടികൾ അനുഭവിക്കുന്ന മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തെറാപ്യൂട്ടിക് ടൂളാകുന്നു പ്ലേ തെറാപ്പി എന്നുള്ളത്. നമുക്കറിയാം, ചെറിയ കുട്ടികൾക്ക് നമ്മളടുത്ത് വന്നിട്ടൊന്നും പറയാൻ കഴിയൂല. അമ്മയും അച്ഛനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കാരണത്താലായിരിക്കാം കുട്ടി ചിലപ്പോൾ ആ പ്രശ്നം അനുഭവിക്കുന്നുണ്ടാവുക. അത് കുട്ടിക്ക് അങ്ങനെ വന്ന് നമ്മളടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയൂല. പക്ഷെ ഒരു പ്ലേയിലൂടെ ചിലപ്പോൾ കുട്ടി അത് എക്സ്പ്രസ് ചെയ്തേക്കാം. അസോസിയേഷൻ ഓഫ് പ്ലേ തെറാപ്പി 1977 കൊടുത്തൊരു ഡെഫിനിഷൻ ആകുന്നു: സിസ്റ്റമാറ്റിക് യൂസ് ഓഫ് പ്ലേ ബൈ ട്രെയിൻഡ് തെറാപ്പിസ്റ്റ് ടു സപ്പോർട്ട് സൈക്കോസോഷ്യൽ ഗ്രോത്ത്. കുട്ടികളുടെ സൈക്കോസോഷ്യൽ ഗ്രോത്ത് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കളിയെ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ യൂസ് ചെയ്യാം. ആര്? ട്രെയിൻഡ് തെറാപ്പിസ്റ്റ്. പ്ലേ തെറാപ്പിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണ് അത് ചെയ്യേണ്ടത്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ട്രഡീഷണൽ പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല പെർസ്പെക്റ്റീവിലും പ്ലേ ഒരു മീഡിയമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഫ്രോയിഡ് തന്നെയാണ് സൈക്കോഡൈനാമിക് അപ്രോച്ചിലാണ് യൂസ് ചെയ്തത്. അദ്ദേഹം കളിയെ ഒരു ഫ്രീ അസോസിയേഷനായിട്ടാണ് യൂസ് ചെയ്തത്. നമ്മൾ പറഞ്ഞിരുന്നു സൈക്കോഡൈനാമിക് അപ്രോച്ചിൽ വൺ ഓഫ് ദി തെറാപ്യൂട്ടിക് ടെക്നിക്കാകുന്നു ഫ്രീ അസോസിയേഷൻ. ടോക്ക് തെറാപ്പിയാണ് മെയിൻലി അവിടെ. വലിയ ആളുകളിലേക്ക് വരുമ്പം അവരവരുടെ ഫീലിങ്സിനെ എങ്ങനെ ഒരു സെൻസർഷിപ്പ് ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞല്ലോ. അതുപോലെ കുട്ടികളിൽ വരുന്നതാകുന്നു പ്ലേ. അവർക്കത് പറയാൻ ടോക്ക് തെറാപ്പിയിലൂടെ അത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് അവർക്ക് നമ്മൾ ഫ്രീ അസോസിയേഷന് വേണ്ടിയിട്ട് ഒരു പ്ലേ ആണ് കൊടുക്കുന്നത്. അന്ന ഫ്രോയിഡ് ആൻഡ് മെലാനി ക്ലെയിൻ രണ്ടും സൈക്കോ അനലിറ്റിക് പ്ലേ തെറാപ്പിയാണ്. ഡൈനാമിക് അപ്രോച്ചിലുള്ള ആളുകൾ തന്നെയാണ്. അവരാണ് കുട്ടികളെ ഈ ഒരു പ്ലേ തെറാപ്പിയെ ഒരു മെയിൻ ആയ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഹെർമോയിൻ ഹെൽമത്ത് എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹമാണ് ഫസ്റ്റ് ടു യൂസ് പ്ലേ ആസ് തെറാപ്പി, ഒരു സിസ്റ്റമാറ്റിക് തെറാപ്പി എന്ന രീതിയിൽ അദ്ദേഹമാകുന്നു 1921 യൂസ് ചെയ്തത്. ഇന്ത്യൻ ട്രഡീഷണൽ ഗെയിംസ് ഗില്ലി ഡണ്ട, കഞ്ചേഷ്, ചോർ പോലീസ് പോലെയുള്ള ട്രഡീഷണൽ ഗെയിംസ് ഇറ്റ് സപ്പോർട്ട് നോർമൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ഇത് സാധാരണ ഒരു കുട്ടിയുടെ നോർമൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്ഫുൾ ആകുന്നു. പ്ലേ ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് ടു ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ്. കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ലേണിങ്ങിൽ വളരെ അസോസിയേറ്റഡ് ആയി കിടക്കുന്നതാകുന്നു പ്ലേ എന്ന് പറയുന്നത്. നമുക്കറിയാം, കുട്ടികൾ കളിച്ച് വളരണമെന്ന് നമ്മളെപ്പോഴും പറയുന്നതാണ്. ആ കളികളിലൂടെ അവർ നേടിയെടുക്കുന്ന ഒരുപാട് സോഷ്യൽ സ്കിൽസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ മേജർ പ്ലേ തെറാപ്പിയുടെ അപ്രോച്ചുകളാകുന്നു. ഫസ്റ്റ് സൈക്കോ അനലിറ്റിക് ആൻഡ് സൈക്കോ ഡൈനാമിക്. ക്ലെനിനിയൻ, ഫ്രൂയിഡിയൻ, ഒബ്ജക്റ്റ് റിലേഷൻസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അന്ന ഫ്രൂയിഡൊക്കെ ഉണ്ടാക്കിയ കാര്യങ്ങൾ. പിന്നെ യുങ്ങിയൻസ് അപ്രോച്ച് ഉണ്ട്, ഹീലിംഗ് ത്രൂ ആർക്കിടൈപ്സ് ആൻഡ് അൺകോൺഷ്യസ് എക്സ്പ്രഷൻ. യുങ് നമുക്കറിയാം, അദ്ദേഹം കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് കുട്ടികൾ ഇങ്ങനെയൊരു ആർക്കിടൈപ്സിലൂടെ അവർക്ക് ഹീലിംഗ് കിട്ടും. നമ്മൾ യുങ്ങിയൻ തെറാപ്പിയിലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ആർക്കിടൈപ്സ് മീൻ യൂണിവേഴ്സൽ സിമ്പിൾസ് ഉണ്ടാക്കും. മദർ, ഫാദർ, ഹീറോ, സൂപ്പർ ഹീറോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നമ്മളവരെ ആ ഒരു ആർക്കിടൈപ്സിൽ ഇപ്പോൾ നമ്മളൊരു സംതിങ് നമ്മളവർക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അവരെ ചിലപ്പോൾ ഒരു ഹീറോയുടെ സ്ഥാനത്തായിരിക്കും വെച്ചിരിക്കുന്നത്, ചിലപ്പോൾ ഒരു മദറിൻ്റെ സ്ഥാനത്തായിരിക്കും. സോ അവരാ കളിയിൽ അവരെ ഏത് രീതിയിലാണ് അവർ ആർക്കിടൈപ്പായിട്ട് വെച്ചിരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു ആർക്കിടൈപ്സിലൂടെ നമുക്ക് അവരുടെ ഒരു ഫീലിങ്സിനെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവർ ഹീൽ ചെയ്യാനൊക്കെ കഴിയുമെന്നാണ് പറയുന്നത്. ആൻഡ് അൺകോൺഷ്യസ് എക്സ്പ്രഷൻ, അവർ അൺകോൺഷ്യസ് ആയിട്ട് അവരെ എക്സ്പ്രസ് ചെയ്യും ഈ ആർക്കിടൈപ്സിലൂടെ എന്നാണ് യുങ്ങിയൻസ് ഒരു അപ്രോച്ചിൽ പറയുന്നത്. നെക്സ്റ്റ് എക്സ്പീരിയൻഷ്യൽ പ്ലേ തെറാപ്പി ഉണ്ട്. അത് കാരോൾ ആൻഡ് നോട്ട് എന്ന് പറയുന്ന അവരാണ് കൊണ്ടുവന്നത്. അതായത് ലേണിംഗ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് സിമ്പിൾസിലൂടെ അവരുടെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആഡ്ലറിയൻ അപ്രോച്ചിൽ അദ്ദേഹം ഒരു 4 phases ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേ തെറാപ്പിയിൽ വരുന്നത്. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡിങ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ ചേഞ്ച് എന്നുള്ള 4 phases ആണ് അതിൽ വരുന്നത്. പിന്നെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ അപ്രോച്ച് ഉണ്ട്. 4 ages 2.5 ഓൺവേർഡ്സ്, 2 to 3 age and to 6. ചാലഞ്ചസ് ഇറേഷണൽ തോട്ട്സ് വിയ റോൾ പ്ലേ ആൻഡ് ടോയ്സ്. ആ ടോയ്സ് വെച്ചിട്ട് അവർ റോൾ പ്ലേ നടത്തുന്നു. അതുവഴി അവരുടെ ഇറേഷണൽ തോട്ട്സിനെ നമ്മൾ ചാലഞ്ച് ചെയ്യുന്നു. നെക്സ്റ്റ് ഫാമിലി പ്ലേ തെറാപ്പിയാണ്. ഇറ്റ് ഇൻവോൾവ്സ് ഫാമിലി ഓർ കെയർ ഗിവേഴ്സ് ഇൻ തെറാപ്യൂട്ടിക് പ്ലേ സെഷൻസ്. ഫാമിലി പ്ലേ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി വെച്ചിട്ട് നമ്മൾ അവർക്ക് ഒരു ഇൻസൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ് ഈ തെറാപ്യൂട്ടിക് പ്ലേ സെഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്ലേ തെറാപ്പിയിലുള്ള തെറാപ്യൂട്ടിക് ഫാക്ടേഴ്സ് ആക്കുന്നു. പ്ലേ ഈസ് ദ നാച്ചുറൽ ഹീലിംഗ് പ്രോസസ് ഇൻ ചൈൽഡ്ഹുഡ്.
എറിക്സൺ പറഞ്ഞത് 1963 കുട്ടികളിലുള്ള ഒരു നേച്ചുറൽ ഹീലിംഗ് പ്രോസസ്സ് ആകുന്നു കളി എന്നത്. ഇറ്റ് പ്രൊമോട്ട്സ് ഫിസിക്കൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഇത് ഫിസിക്കൽ, അതുപോലെ കോഗ്നിറ്റീവ്, നമ്മുടെ ഇമോഷണൽ, നമ്മുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനേക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട്സ് ബ്രെയിൻ ഗ്രോത്ത് ബൈ ഫോമിങ് ന്യൂ ന്യൂറൽ കണക്ഷൻസ്. അത് ബ്രെയിൻ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ചില ന്യൂറൽ കണക്ഷൻസ് പുതിയതായിട്ട് അത് ഫോം ചെയ്യും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇമോഷണൽ എക്സ്പ്രഷൻ ആൻഡ് കഥാസിസ്. നമ്മുടെ ഇമോഷണൽ എക്സ്പ്രഷൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കഥാസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ ബോട്ടിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള സാധനങ്ങളൊക്കെ പുറത്ത് കളയില്ലേ, അതാണ് നമ്മൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കളിയിലൂടെയൊക്കെ നമ്മൾ പുറത്ത് കളയുന്നതിന്. സോ ഇറ്റ് ഡെവലപ്പിംഗ് സെൽഫ് അവെയർനെസ്. ഇത് സെൽഫ് അവെയർനെസ് ഡെവലപ്പ് ചെയ്യാൻ യൂസ്ഫുൾ ആകുന്നു. ലിവിങ് ത്രൂ ഫാൻറ്റസീസ് ആൻഡ് ഫിയേഴ്സ് അതിന് ഹെൽപ്സ് ആണ്. ലേണിംഗ് റിലേഷൻഷിപ്സ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. റിലേഷൻഷിപ്പിനെ ലേൺ ചെയ്യാനും കോൺഫ്ലിക്റ്റുകൾ സോൾവ് ചെയ്യാനും ഹെൽപ്ഫുൾ ആകുന്നു. എൻഗേജിങ് ക്രിയേറ്റിവിറ്റി. നമ്മൾ പലതരം കളികളിലൂടെ കുട്ടികൾ ക്രിയേറ്റിവിറ്റിയിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഇനി ഷേഫേഴ്സ് 20 തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ് ഓഫ് പ്ലേ പറയുന്നുണ്ട്. കളിയുടെ 20 ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. അത് മേജർ 4 കാറ്റഗറി ആക്കിയിട്ടുണ്ട് അദ്ദേഹം. ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഫോസ്റ്റർ ഇമോഷണൽ വെൽനെസ്. ഇത് ഇമോഷണൽ വെൽനെസ്സിനെ ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്. എൻഹാൻസ് സോഷ്യൽ റിലേഷൻഷിപ്പിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് പേഴ്സണൽ ഗ്രോത്തിനെ ഇത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 4 കാറ്റഗറീസ് ആകുന്നുള്ളത്. അതിൽ ഓരോന്നും ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷനിൽ സെൽഫ് എക്സ്പ്രഷൻ, ആക്സസ് ടു അൺകോൺഷ്യസ്, ഡയറക്റ്റ് ടീച്ചിങ്, ഇൻഡയറക്റ്റ് ടീച്ചിങ്. ഫോസ്റ്റർ ഇമോഷണൽ വെൽനെസ്സിൽ കഥാസിസ്, അബ്രിയാക്ഷൻ, പോസിറ്റീവ് ഇമോഷൻസ് ഓഫ് ഫിയേഴ്സ്, സ്ട്രെസ് ഇനോക്കുലേഷൻ, സ്ട്രെസ് മാനേജ്മെൻറ്റ്. എൻഹാൻസ് സോഷ്യൽ റിലേഷൻഷിപ്പിൽ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ്, അറ്റാച്ച്മെൻറ്റ്, സെൻസ് ഓഫ് സെൽഫ്, എംപതി. ഇൻക്രീസ് പേഴ്സണൽ ഗ്രോത്തിൽ റെസിലിയൻസ്, മോറൽ ഡെവലപ്മെൻറ്റ്, ആക്സിലറേറ്റഡ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്, സെൽഫ് റെഗുലേഷൻ, സെൽഫ് എസ്റ്റീം. ഇങ്ങനെ 20 തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ് അദ്ദേഹം പറയുന്നുണ്ട്. പ്ലേ തെറാപ്പി മെറ്റീരിയൽസ് ആൻഡ് സാൻഡ് പ്ലേ ആണ്. നമ്മൾ ഫസ്റ്റ് ഈ പ്ലേ തെറാപ്പി സെറ്റ് ചെയ്യുമ്പം പ്ലേ റൂം അതിനെക്കുറിച്ച് പറയണം. അത് സേഫ് ആയിരിക്കണം, കംഫർട്ടബിൾ സ്പേസ് ഫോർ ചിൽഡ്രൻസ് ഇമോഷണൽ എക്സ്പ്ലോറേഷൻ. കുട്ടിയുടെ ഇമോഷണൽ എക്സ്പ്ലോറേഷന് പറ്റിയ സേഫ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കണം അത്. കുറേ ആളുകളുള്ള ഒരിടത്ത് വെച്ചിട്ട് കുട്ടിയോട് കളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അത്രത്തോളം സേഫ് ആവണം എന്നില്ല, കുട്ടിക്ക് കംഫർട്ടബിൾ ആകണം എന്നില്ല. അതുകൊണ്ട് തന്നെ സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലേ നമ്മളത് ഈ ഒരു പ്ലേ തെറാപ്പി സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് കൊടുക്കാവുന്ന മെറ്റീരിയൽസ് ആകുന്നു സോഫ്റ്റ് ടോയ്സ്, ഡോൾ ഹൗസ്, ഡോൾസ്, ട്രക്സ്, ഡോക്ടർ സെറ്റ്, കിച്ചൺ ടോയ്സ്, ബ്ലോക്സ്, പ്ലേ ഡഫ്, ടോയ് വെപ്പൺസ്. ഇങ്ങനെയുള്ള പലതരം ടോയ്സുകളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സാൻഡ് പ്ലേ തെറാപ്പി ഉണ്ട്. സാൻഡ് പ്ലേ തെറാപ്പി എന്ന് പറയുമ്പോൾ യൂസസ് എ സാൻഡ് ട്രേ. നമുക്കൊരു സാൻഡ് ട്രേ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാൻഡ് പ്ലേ കൊടുക്കാം. ആ ഒരു സാൻഡ് ട്രേയുടെ ഒരു ഐഡിയൽ വലുപ്പം എന്ന് പറയുന്നത് 28.5 ഇൻറ്റു 19.5 ഇൻറ്റു 3 ഇഞ്ചസ് എന്ന ആ ഒരു പ്രൊപ്പോർഷനിൽ വരുന്നതായിരിക്കണം. യൂഷ്വലി ബ്ലൂ ഓർ വൈറ്റ്, നമ്മൾ അങ്ങനെയുള്ള കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ബ്ലൂ ആണ് നമുക്കത് വെള്ളമാണ്, ആകാശമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് അങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിൽ അത്തരം കളേഴ്സാണ് സാധാരണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിഗോറിയൻസ്, വാട്ടർ, സ്പ്രേ ബോട്ടിൽസ് ആൻഡ് സാൻഡ്. എക്സ്പ്രസ് ഇന്നർ ഇമോഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ത്രൂ പ്ലേ. ഈ കളിയിലൂടെ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെയും കോൺഫ്ലിക്റ്റിനെയും എക്സ്പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൽ ഒബ്ജക്ട്സ് കാറ്റഗറൈസ്ഡ് ആസ്, നമ്മളിതിൽ കൊടുക്കുന്ന ഒബ്ജക്റ്റുകളെ കാറ്റഗറൈസ് ചെയ്യുന്നത് മിസ്റ്റിക്കലായിട്ട്, ഫാൻറ്റസി എന്ന് പറയുന്നത് പീപ്പിൾ, അനിമൽസ്, ട്രാൻസ്പോർട്ടേഷൻ, ബിൽഡിങ്സ്, നാച്ചുറൽ എലമെൻറ്റ്സ്, വെജിറ്റേഷൻ ആൻഡ് മിസെലേനിയസ് ഐറ്റംസ് ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒരു പ്ലേ തെറാപ്പിയിലൂടെ നമ്മളതിന് ശേഷം പോസ്റ്റ് പ്ലേ എന്ന് പറയുന്നത് തെറാപ്പിസ്റ്റ് ആൻഡ് ചൈൽഡ് ഡിസ്കസ് മീനിങ്സ് ആൻഡ് മെറ്റഫേഴ്സ് യൂസിങ് സൈക്കോളജിക്കൽ ഫ്രെയിം വർക്ക്സ്. അവർ കളിച്ചു, അവർ ആ കളിയിലൂടെ പല രീതിയിൽ അവരവർ ഒരു ഹീറോയുടെ സ്ഥാനത്ത് വെച്ചത്, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടിയും ഒരു എന്താ പറയുക ഒരു സെറ്റൊക്കെ ചെയ്ത സമയത്ത് അവർക്ക് എന്തൊക്കെയോ ചില ഐഡൻറ്റിറ്റി പ്രോബ്ലംസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ അവരുടെ കളിയിൽ നിന്നും മനസ്സിലാക്കിയ പല മീനിങ്സ് ഉണ്ടാകും. ആ മീനിങ്സ് ആൻഡ് മെറ്റഫേഴ്സിനെ തെറാപ്പിസ്റ്റും ചൈൽഡും ഒരുമിച്ചിരുന്നിട്ട് ഡിസ്കസ് ചെയ്യുക.
അതാണ് കളിക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. ഇനി നമ്മൾ ഈ ഒരു പ്ലേ തെറാപ്പി നടത്തുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഗൈഡ് ലൈൻസ് ആണ് ചൈൽഡ്സ് ഫ്രീഡം. അലോ ചൈൽഡ് ടു ചൂസ് ആൻഡ് ലീഡ് പ്ലേ വിത്തൗട്ട് ഇൻസ്ട്രക്ഷൻ. നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് വെച്ചു, നമ്മളൊരു കളി ഓക്കെ കിച്ചൺ സെറ്റ് വെച്ചിട്ട് കളിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതിൽ കുട്ടിക്ക് നമ്മൾ കിച്ചണിൽ ഇത് ഇന്ന സ്ഥലത്ത് വെക്കണം, ഇത് ഇന്ന സ്ഥലത്ത് വെക്കണം, ഇത് ഇന്ന രീതിയിലാണ് കളിക്കേണ്ടത്, അങ്ങനെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല. കുട്ടിയുടേതായ രീതിയിൽ ചൂസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് അത് ചെയ്യട്ടെ. എൻകറേജ്മെൻറ്റ്, അപ്രീഷിയേറ്റ്, എൻകറേജ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്ലേ, എക്സ്പ്ലോർ ടുഗദർ. നമ്മൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവർ അപ്രീസിയേഷൻ കൊടുക്കണം അവർക്ക്. പിന്നെ നമ്മൾ കളിയുടെ ഒരു ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ എൻകറേജ് ചെയ്യിപ്പിക്കണം. അങ്ങനെ ഒരുമിച്ചൊരു നമ്മൾ എക്സ്പ്ലോർ ടുഗദർ, അങ്ങനെയാണ് നമ്മൾ ആ ഒരു കളി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിൻ്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് ബാലൻസ്, ഫ്രീഡം ആൻഡ് ബൗണ്ടറീസ് ഫോർ സേഫ്റ്റി ആൻഡ് സ്ട്രക്ചർ. നമ്മളിത് ചെയ്യണം. പ്രൊട്ടക്ട് തെറാപ്പി സ്പേസ് ആൻഡ് മെയിൻറ്റെയിൻ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്. എപ്പോഴും നല്ലൊരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യണം. ലിമിറ്റ്സ്, ഹെൽപ്പ് ആങ്കർ തെറാപ്പി, പ്രൊമോട്ട് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫോസ്റ്റർ പോസിറ്റീവ് ഔട്ട്കംസ്. നമ്മളിങ്ങനെ ഒരു ലിമിറ്റ്സ് വെക്കുമല്ലോ, ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റ്സ് വെക്കണം. ഇത്രേ പാടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും സർട്ടൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു തെറാപ്പിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചില ലിമിറ്റ്സ് വെക്കണം. അങ്ങനെ ലിമിറ്റ്സ് നമ്മൾ വെക്കുമ്പോൾ അവരുടെ ആങ്കർ തെറാപ്പി അത് ഒരു റെസ്പോൺസിബിലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിനൊക്കെ ഫോസ്റ്റർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുന്നു. അത് ഫാക്ടേഴ്സാണ്. കൾച്ചറൽ വ്യൂസ് മേ അഫക്റ്റ് പ്ലേ മെറ്റീരിയൽ ആക്സെപ്റ്റൻസ്. നമ്മൾ കളിക്കാൻ കൊടുക്കുന്ന വസ്തുക്കൾ, ആ ഒരു കാര്യം കൾച്ചറലി ആക്സെപ്റ്റഡ് ആണ് നോക്കണം. ചില ആളുകൾക്ക് സാൻഡ് പ്ലേ ഒക്കെ കൊടുക്കുമ്പോൾ ആ കയ്യിൽ മണ്ണാവും, അതൊക്കെ വളരെ ഡേർട്ടി ആയിട്ടുള്ളതാണ്, അത് കുട്ടികളുടെ മേൽ അഴുക്കാവരുത്, അതിന് നല്ല പ്രോബ്ലമാറ്റിക് ആയിട്ട് കാണുന്ന കൾച്ചർ ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകളെ അത് കൊടുക്കരുത്. സോ നമ്മൾ ഇതിൽ കൾച്ചറൽ വ്യൂസിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. സെഷൻ ലെങ്ത്, അതുപോലെ അതിൻ്റെ ഫ്രീക്വൻസി, നമ്പർ അഫക്റ്റ് തെറാപ്പി എഫക്റ്റീവ്നെസ്. നമ്മൾ സെഷൻ്റെ ലെങ്ത് എത്ര ഉള്ളുണ്ട്, ടൂ ലോങ്ങും ആവരുത്, ടൂ ഷോർട്ടും ആവാൻ പാടില്ല. പിന്നെ ഫ്രീക്വൻസി, നമ്മളിപ്പോൾ ഒരു പ്ലേ തെറാപ്പി ഇന്നൊന്ന് ഒരു വീക്കിൽ നടത്തി, ഇനി 2 months കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 month കഴിഞ്ഞിട്ട് അത്രയും ലോങ് ഡ്യൂറേഷനൊക്കെ കൊടുക്കുമ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ എണ്ണം, എത്ര തെറാപ്പി സെഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാകുന്നു തെറാപ്പിയുടെ എഫക്റ്റീവ്നെസ് ഉള്ളത്. പ്ലേ തെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ്. സോ നമ്മൾ പ്ലേ തെറാപ്പി യൂസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഹെൽപ്പ് ചിൽഡ്രൻ എക്സ്പ്രസ് ഇമോഷൻസ്, റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ഡെവലപ്പ് കോപ്പിംഗ് സ്കിൽസ് ത്രൂ പ്ലേ. പ്ലേയിലൂടെ അവരെ കോപ്പിംഗ് സ്കില്ല് പഠിപ്പിക്കുന്നു, അവരുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു, അവരുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് പ്ലേ തെറാപ്പിയുടെ പർപ്പസ് എന്ന് പറയുന്നത്. സോ നമ്മൾ കോമൺ പ്ലേ മെറ്റീരിയൽസ് ആണ് ഡോൾസ്, ഡോക്ടർ സെറ്റ്, ബ്ലോക്സ്, പപ്പറ്റ്സ്, ടോയ് ആനിമൽസ്, കോസ്റ്റ്യൂംസ്, മാസ്ക്, സ്റ്റോറി ക്യാരക്ടേഴ്സ് ലൈക്ക്. അതിൽ കീ ടെക്നിക്കാണ് ബബിൾ ബ്രീത്ത് ഉണ്ട്. ബബിൾ ബ്രീത്ത് ഇറ്റ് ഹെൽപ്ഫുൾ ഫോർ റിലാക്സേഷൻ ആൻഡ് സ്ട്രെസ് റിലീഫ്. ആൻഡ് ബീറ്റ് ദ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ഇറ്റ് എൻകറേജസ് ടാസ്ക് കംപ്ലീഷൻ ആൻഡ് ബൂസ്റ്റ് കോൺഫിഡൻസ്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ബലൂൺസ് ഓഫ് ആങ്കർ എന്ന് പറയുന്നത് അത് വിഷ്വലൈസ് ആൻഡ് കൺട്രോൾ ആങ്കർ. അവരുടെ ആങ്കറിനെ വിഷ്വലൈസ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും അവരെ പഠിപ്പിക്കും. ഗാർബേജ് ബാഗ് ഓർ വെറി ക്യാൻ, അതായത് എക്സ്റ്റേണലൈസ് വെറീസ് ആൻഡ് ഡിസ്കസ് ഇറ്റ്. നമ്മളൊരു ഗാർബേജ് ബാഗിലേക്ക് നമ്മുടെ വെറീസിനൊക്കെ നമ്മളതിൽ എക്സ്റ്റേണലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, എന്നിട്ട് അതിനെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ടേർട്ടിൽ ടെക്നിക്ക് ഉണ്ട്. പോസ്, വിത്ത്ഡ്രോ ആൻഡ് കാം ഡൗൺ ഇതിന് യൂസ് ചെയ്യുന്നതാണ്. എക്സ്പ്രസീവ് ആർട്സ് ആൻഡ് സ്റ്റോറി ടെക്നിക്സ് ഉണ്ട്. അതായത് ഇറ്റ് സിംബോളിക് എക്സ്പ്രഷൻസ് ആണ്. റോൾ പ്ലേ ആൻഡ് പപ്പറ്റ്സ്, ആക്ട് ഔട്ട് ഇമോഷൻസ് സേഫ്ലി. നമ്മൾ റോൾ പ്ലേ വളരെ വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡാണ്. ആ റോൾ പ്ലേയിലൂടെ അവരുടെ ഇമോഷൻസിനെ ആക്ട് ഔട്ട് ചെയ്യാൻ, സേഫായിട്ട് ആക്ട് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്. സ്റ്റോറീസ് ആൻഡ് മെറ്റഫേഴ്സ് ഉണ്ട്. റിവീൽ ഹിഡൻ ഫിയേഴ്സ്, റീഫ്രെയിം ട്രോമ. അവരുടെ കഥകൾ പറയിപ്പിക്കുക, അതിലൂടെയൊക്കെ അവരുടെ ഹിഡൻ ഫിയേഴ്സിനെ റിവീൽ ചെയ്യാനും അവരുടെ ട്രോമയെ ഒന്ന് റീഫ്രെയിം ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആകുന്നു. ക്യാരക്ടർ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. ഹെൽപ്സ് ചിൽഡ്രൻ റിലേറ്റ് ആൻഡ് എക്സ്പ്രസ് ഡീപ്ലി. ചിൽഡ്രൻ റിലേറ്റ് ചെയ്യാനും അവരെ ഡീപ്പായിട്ട് അവരെ എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നതാണ് ക്യാരക്ടർ ഐഡൻറ്റിഫിക്കേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രസീവ് ആർട്സ് ആണ്
മ്യൂസിക്, ഡാൻസ്, ഡ്രാമ, ജേർണൽ റൈറ്റിംഗ്, ആർട്ട് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് സാധാരണത്തെ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ എക്സ്പ്രസീവ് ആർട്സ് തെറാപ്പിയുടെ ബെനിഫിറ്റ്സ് ആകുന്നു ഇമോഷണൽ റെഗുലേഷന് സഹായിക്കുന്നു, ഇൻക്രീസ്ഡ് സെൽഫ് അവെയർനെസ്, നമ്മുടെ സെൽഫ് അവെയർനെസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു, ഇംപ്രൂവ്ഡ് സെൽഫ് എസ്റ്റീം ആൻഡ് റിലേഷൻഷിപ്സ്, നമ്മുടെ സെൽഫ് എസ്റ്റീമും നമ്മൾ തമ്മിലുള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെയും ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നു, ഡെവലപ്മെൻറ്റ് ഓഫ് റെസിലിയൻസ് ആൻഡ് കോപ്പിംഗ്, റെസിലിയൻസും കോപ്പിങ്ങും നമ്മളിൽ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുന്നു. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ടോട്ടൽ ഡിസ്കസ് ചെയ്ത കാര്യമാകുന്നു ക്രിയേറ്റീവ് തെറാപ്പീസ്. അതിൽ ആർട്ട് തെറാപ്പി, മ്യൂസിക് തെറാപ്പി, പ്ലേ തെറാപ്പി, ഇത് മൂന്നുമാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് തെറാപ്പീസിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ക്ലയൻറ്റ് എക്സ്പ്രസ് ഇമോഷൻസ്, ഓവർകം തെറാപ്പി ബാരിയേഴ്സ് ആൻഡ് സപ്പോർട്ട് ഹീലിംഗ്. അവരെ ഹീൽ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു, തെറാപ്പി ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുന്നു, അവരുടെ ഇമോഷൻസിനെ അവർക്ക് സേഫായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുന്നു. അതിലേക്ക് ഈ ടൈപ്പ് ആൻഡ് ബെനിഫിറ്റ്സ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത മ്യൂസിക് തെറാപ്പി ഉണ്ട്, ആർട്ട് തെറാപ്പി ഉണ്ട്, പ്ലേ തെറാപ്പി ഉണ്ട്. അതിൽ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് ഇറ്റ് സൂത്ത് റിലീവ്സ് പെയിൻ, ബാലൻസ് ഇമോഷൻ. നമുക്കൊരു ഹൃദയത്തിന്, ഒരു മനസ്സിനൊരു ശാന്തത, നമുക്കൊരു ഹീലിംഗ് ആണ് അത്. ആർട്ട് തെറാപ്പിയിലേക്ക് വരുമ്പോൾ നമ്മൾ നോൺ വെർബൽ എക്സ്പ്രഷനിലൂടെ നമ്മൾ എക്സ്പ്രഷൻ സഹായിക്കുന്നുണ്ട്, ആങ്ഷൈറ്റി റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുന്നു. പ്ലേ തെറാപ്പിയിലൂടെ അവരുടെ ഫിയേഴ്സ് ആൻഡ് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ ടോയ്സിലൂടെ അല്ലെങ്കിൽ സ്റ്റോറികളിലൂടെ, റോൾ പ്ലേയിലൂടെയൊക്കെ അവർക്ക് അവരുടെ ഫിയർ ആൻഡ് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനൊക്കെ പറ്റുന്നതാക്കുന്നു. ആൻഡ് ഈ എല്ലാ തെറാപ്പികളും നമ്മൾ ഇമോഷണൽ സ്ട്രഗിൾസിലും ട്രോമ ആൻഡ് ഇൽനെസ്സിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൽനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ, ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക് അങ്ങനെയുള്ള മേജറായിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള അസുഖങ്ങൾ, ആ സമയത്തൊക്കെ ഒരു ഹീലിങ്ങിന് നമുക്ക് ഹെൽപ്ഫുൾ ആയതാകുന്നു ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് തെറാപ്പികളൊക്കെ. സോ ടോട്ടലി ക്രിയേറ്റീവ് തെറാപ്പീസ് പ്രൊമോട്ട് ഹീലിംഗ്, സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് ഇമോഷണൽ വെൽബീയിങ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.